ദേശീയപാത 85 നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിലെ 3 പഞ്ചായത്തുകളിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. പലയിടങ്ങളിലും ഹർത്താൽ അനുകൂലികൾ വഴി തടഞ്ഞു. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ വലിയ അഴിമതിയുണ്ടെന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ MN ജയചന്ദ്രൻ ആരോപിച്ചു. അടിമാലി, പള്ളിവാസൽ, വെള്ളത്തൂവൽ പഞ്ചായത്തുകളിലാണ് UDF ഹർത്താൽ. അടിമാലി പഞ്ചായത്തിൽ LDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തു. KSRTC സർവീസ് നടത്തിയെങ്കിലും സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. വിവിധയിടങ്ങളിൽ പ്രവർത്തകർ കടകൾ അടപ്പിച്ചു, വാഹനങ്ങൾ തടഞ്ഞു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് ഇരട്ടത്താപ്പ് നയമാണെന്ന് UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാളറയിൽ ശയനപ്രദക്ഷിണം നടത്തി. ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാലാണ് അവിടെ കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് മലയാറ്റൂർ റിസർവാണ്, ഇത് വനമാണ്, ഇവിടുത്തെ മരം വെട്ടാൻ പാടില്ല. ആരാ പറഞ്ഞിരിക്കുന്നത്? അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി വേണ്ടി പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ നേതൃത്വം നൽകുന്ന ഈ ഗവൺമെന്റിന് വേണ്ടിയാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇവരാരും അറിയാണ്ടാണോ? പിന്നെ എന്തിനാ ഇവർ കസേരയിരിക്കുന്നത്? പിണറായിക്ക് അവിടെ ഇരിക്കാൻ യോഗ്യതയുണ്ടോ? ദേശീയപാത അതോറിറ്റിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും അനാസ്ഥയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഹർജിക്കാരന്റെ വാദം. വീഴ്ചയാണോ ബോധപൂർവമായിട്ട് ചെയ്തതാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇതിനകത്ത് ചീഫ് സെക്രട്ടറി ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും, അല്ലെങ്കിൽ ഇത് പണിയിക്കുന്ന കോൺട്രാക്ടർമാർക്കും ആർക്കും ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് എന്ന് അറിയാൻ മേലാത്തവരല്ല. അത് ഞങ്ങൾ പറയാൻ കാരണം, അറിയാൻ മേല എന്ന് ഞങ്ങൾ തറപ്പിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഈ വളവിൻ്റെ ഇതിൽ നിവർത്താനും അതേപോലെ അപകടകരമായ വീതി കുറഞ്ഞ ഭാഗത്ത് വീതി കൂട്ടാനും 0.9 ഹെക്ടർ സ്ഥലം വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പർവേസിൽ അപ്ലോഡ് ചെയ്ത് അതിന് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ ഭാഗത്ത് അനധികൃത മരം മുറിക്കലോ മണ്ണ് നീക്കമോ മറ്റ് നിയമലംഘനങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സർക്കാർ ഉചിതമായ നിലപാട് കോടതിയിൽ സ്വീകരിക്കണമെന്നും ഇടക്കാല വിധിയിൽ പുനഃപരിശോധന ഹർജി നൽകണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, ഇടുക്കി.